രത്നശ്രീ അയ്യർ MSc കെമിസ്ട്രി, MA തബല. ഒരു കൈയിൽ സയൻസ്, മറുകൈയിൽ തബല. ഹിന്ദുസ്ഥാനി രാഗങ്ങളും കർണാടക സംഗീതവും ആ വിരലുകളിൽ ഒരുപോലെ വഴങ്ങും. ഇപ്പോൾ ആ വിരലുകളിലൂടെ ഒരു പുതിയ സംഗീതോപകരണത്തിന് രൂപകൽപ്പന നൽകിയിരിക്കുകയാണ്, ഫൈബർ തബല. ഈ ഫൈബർ തബലയ്ക്ക് രത്നശ്രീക്ക് ഇപ്പോൾ പേറ്റന്റ് ലഭിച്ചിരിക്കുകയാണ്. ഫൈബർ തബലയുടെ വിശേഷങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഇതിനു മുമ്പ് രൂപമാറ്റം വന്ന മറ്റൊരു സംഗീതോപകരണത്തെക്കുറിച്ച് കൂടി പറയാതെ പോകുന്നത് ശരിയല്ല. ഗായത്രി തമ്പുരു. സംഗീതജ്ഞനായ കുമ്മനം ശശികുമാറാണ് അതിന് രൂപം കൊടുത്തത്. ഈ ഗായത്രി വീണയുടെ പിറവിക്ക് കൂടി കാരണമായത് ഈ ഗായത്രി തമ്പുരുവാണ്. ഈ രണ്ട് സംഗീത ഉപകരണങ്ങളുടെയും വിശേഷങ്ങൾ നമുക്കിനി കാണാം. ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യ തബലവാദക എന്ന നിലയിൽ വൈക്കം രത്നശ്രീ വേദികളിൽ സജീവവും കലാലോകത്ത് സുപരിചിതയുമാണ്. ഇപ്പോൾ MG സർവകലാശാലയിൽ നടത്തുന്ന ഗവേഷണത്തിൻ്റെ ഭാഗമായി ഫൈബറിൽ നിർമ്മിച്ച തബലയ്ക്ക് രത്നശ്രീക്ക് പേറ്റന്റ് ലഭിച്ചിരിക്കുന്നു. അങ്ങനെ റിസർച്ച് തുടങ്ങിയ സമയത്ത് തന്നെ ഇതിൻ്റെ മെറ്റീരിയൽസിൻ്റെ സ്റ്റഡീസ്, അതുപോലെ തന്നെ നിർമ്മാണത്തിൻ്റെ സയൻസ്, ഇതെല്ലാമായിരുന്നു ആദ്യത്തിൽ പഠിക്കാനായിട്ട് തുടങ്ങിയിരുന്നത്. അങ്ങനെ പഠനം നടത്തി വന്നപ്പോൾ അതിൻ്റെ അക്വസ്റ്റിക് പ്രോപ്പർട്ടീസിനെ കുറിച്ചുള്ള പഠനം വന്നു. അങ്ങനെ പല മെറ്റീരിയലുകളിലുള്ള അക്വസ്റ്റിക് പ്രോപ്പർട്ടീസ് എങ്ങനെയായിരിക്കും, എന്തുകൊണ്ടാണ് വുഡ് കൂടുതലായിട്ട് ഉപയോഗിക്കാനുള്ള കാരണം, അങ്ങനെയുള്ള സ്റ്റഡീസ് എല്ലാം തന്നെ വന്നായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ റിസർച്ചിൽ വന്നപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഭാരം കുറയ്ക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ വേറെ മെറ്റീരിയലുകളിൽ ഇതിൽ സ്യൂട്ടാവുമോ, അങ്ങനെ ഈ ഒരു മെറ്റീരിയൽ മാത്രമല്ല പല മെറ്റീരിയലിൽ ഒരു ഏകദേശം 4-5 പോളിമർ കാറ്റഗറിയിലുള്ള മെറ്റീരിയലുകളിൽ നമ്മൾ തബല ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് സ്റ്റഡി നടത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് തബലയുടെ നിർമ്മാണത്തിലുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള എല്ലാ വശങ്ങളെക്കുറിച്ചും ആദ്യം തന്നെ സ്റ്റഡി നടത്തി. അതിൽ നമ്മളൊരു ഒക്ടേവ് ഓഫ് തബല, അതായത് ഒരു 8 തബലയോളം പല സ്കെയിലുകളിലുള്ള പല മെറ്റീരിയലിലുള്ള തബലകൾ നമ്മൾ പഠനം നടത്തി. അങ്ങനെ അതിൻ്റെ ഒരു അളവ്, പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് അളവ് വെച്ചിട്ടാണ് നമ്മൾ ഈ തബല ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഫൈബറിൽ നേരത്തെയും പലരും പല പരീക്ഷണങ്ങളും നടത്തിയെങ്കിലും ശാസ്ത്രീയ പഠനം നടത്തിയുള്ള നിർമ്മാണം ഇതാദ്യമാണ്. കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് ഓഫ് തബല, അതായത് സയൻസ് ഓഫ് തബലയാണ് രത്നശ്രീയുടെ ഗവേഷണ വിഷയം. ഫൈബറിലെ കെമിക്കൽ കോമ്പോസിഷന് പൂർണ്ണ പിന്തുണയുമായി ഗൈഡ് ഡോക്ടർ K ജയചന്ദ്രനും ഒപ്പം നിന്നു. രത്നശ്രീ യൂണിവേഴ്സിറ്റിയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ സ്റ്റഡീസ് ഇൻ സയൻസ് ഓഫ് മ്യൂസിക് എന്ന സെൻറ്ററിലെ ഗവേഷക വിദ്യാർത്ഥിയാണ്. പൊതുവായിട്ട് നമ്മൾ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ശ്രദ്ധിക്കുന്നുണ്ട്. എങ്ങനെയാണ് മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സിൽ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ്. ഉദാഹരണത്തിന് മൃദംഗത്തിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം. CV രാമൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട പബ്ലിക്കേഷനൊക്കെ സയൻസ് ഓഫ് മൃദംഗത്തിലാണ്. അപ്പോൾ അതുപോലെ ഓരോ ഇൻസ്ട്രുമെൻറ്റിൽ എങ്ങനെ മ്യൂസിക് ഉണ്ടാവുന്നു, അതിൻ്റെ ക്വാളിറ്റിയെ എന്തെല്ലാം ഘടകങ്ങൾ സ്വാധീനിക്കുന്നു, ഇതൊക്കെയാണ് ഒരു വിഷയം. പിന്നെ മ്യൂസിക് തെറാപ്പി ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഗവേഷണ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ രത്നശ്രീ ഇവിടെ വരുന്നത്. രത്നശ്രീ സയൻസിൽ പോസ്റ്റ് ഗ്രാജുവേഷനുള്ള ആളാണ്, കെമിസ്ട്രിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്. അപ്പം നല്ല മ്യൂസിക് എക്സ്പേർട്ടുമാണ്. അങ്ങനെയാണ് ഒരു സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് ആയിട്ട് രത്നശ്രീ ഇവിടെ വരുന്നത്. അത് രത്നശ്രീ തെളിയിച്ചു. സാധാരണ തബല സെറ്റുമായി ശബ്ദത്തിലെ താരതമ്യ പഠനം നടത്തി അതേ ടോണർ ക്വാളിറ്റി നിലനിർത്തിയാണ് രത്നശ്രീ ഫൈബർ പരീക്ഷണം വിജയകരമാക്കിയത്. സാധാരണ തടിയിലും മറ്റും നിർമ്മിക്കുന്ന തബലയുടെ ഭാരം മൂലം കൈകാര്യം ചെയ്യുന്നതടക്കമുള്ള ബുദ്ധിമുട്ടുകളാണ് ഫൈബറിലെ പരീക്ഷണത്തിലേക്ക് എത്തിച്ചതെന്ന് രത്നശ്രീ പറഞ്ഞു. വുഡ് സാധാരണ മോയ്സ്ചർ അബ്സോർബ് ചെയ്യാറുണ്ട്, അപ്പോൾ മോയ്സ്ചർ അബ്സോർബ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഈ ഫൈബറിലൊരു ഹീറ്റ് എപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ട് ലെതറിന് കുറച്ചുകൂടി ലൈഫ് കിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. തടി കൊണ്ടുള്ള തബലയ്ക്ക് 8 മുതൽ 10 കിലോ വരെ ഭാരമുള്ളപ്പോൾ ഫൈബർ തബലയുടെ ഭാരം 5 കിലോയാണ്. പൊട്ടിപ്പോകാനുള്ള സാധ്യത കുറഞ്ഞു, ഫംഗസ് ബാധയില്ല. എന്നാൽ പരമ്പരാഗത തബലകളുടേതുപോലെ തന്നെ മികച്ച താളം ഫൈബർ തബലയും നൽകുന്നു. തബല നിർമ്മാതാവ് കൂടിയായ കാരിക്കോട് ചെല്ലപ്പൻ്റെ കീഴിൽ 13-ാം വയസ്സിലാണ് രത്നശ്രീ തബല അഭ്യസിച്ചു തുടങ്ങിയത്. പിന്നീട് മുംബൈയിൽ പണ്ഡിറ്റ് അരവിന്ദ് മുൾഗോക്കറുടെ ശിഷ്യത്വവും സ്വീകരിച്ചു. തബല നിർമ്മാണത്തിലെ ഓരോ കാലഘട്ടത്തിലും കളിമണ്ണും തടിയും സ്റ്റീലും അലുമിനിയവും ചെമ്പും ഉൾപ്പെടെയുള്ള ലോഹങ്ങളും ഈ വാദ്യത്തിന് ഒപ്പം കൂടിയിരുന്നു. ഇപ്പോൾ ഫൈബറും.
ഈ തബല എന്ന് പറയുന്ന ഉപകരണം തന്നെ പല രീതിയിലുള്ള ഗവേഷണങ്ങളിലാണ് ഇന്നറിയപ്പെടുന്ന തബലയായത്. പിന്നീട് ഓരോരുത്തരുടെ ഗവേഷണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ ടോണൽ ക്വാളിറ്റി എങ്ങനെ മെച്ചപ്പെടുത്താം, ഇതിൻ്റെ മെറ്റീരിയൽ എങ്ങനെ ചേഞ്ച് ചെയ്യാം, ഇതെല്ലാം വന്നതിന് ശേഷമാണ് ഇന്ന് കാണുന്ന തബലയുടെ രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഈ ലെഫ്റ്റ് ഡ്രമ്മൊക്കെ കളിമണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്, ഇപ്പോഴും മണ്ണിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്നുണ്ട്, ബായ എന്ന് പറയും, അത് നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് ശേഷം വുഡിൻ്റെ ആയി, രണ്ട് സൈഡും വുഡിൽ ചെയ്ത് യൂസ് ചെയ്തിരുന്നു. പിന്നെയും അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളത് ആലോചിച്ചിട്ടാണ് പല മെറ്റലുകൾ പരീക്ഷിച്ച് നോക്കി. അതിലിപ്പോൾ അലുമിനിയം ഉണ്ട്, സ്റ്റീലുണ്ട്, അതുപോലെ തന്നെ കോപ്പറുണ്ട്, ബ്രാസ് ഉണ്ട്, ഇങ്ങനെ പല മെറ്റീരിയലുകളും നമ്മൾ ബായ നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. തബലയിൽ നടന്നത് ഭാരത്തിൻ്റെ മാറ്റമാണെങ്കിൽ അതിനു മുമ്പേ തമ്പുരുവിൽ നടന്നത് രൂപത്തിൻ്റെ മാറ്റമാണ്. 1994 ഒരു നവരാത്രി കാലം കറുകച്ചാൽ നെത്തലൂർ ക്ഷേത്രത്തിൽ ഒരു സംഗീത പരിപാടിക്ക് പോകവേ യാത്രാവേളയിൽ സംഗീതാധ്യാപകനായ കുമ്മനം ശശികുമാറിന് സംഭവിച്ച ബുദ്ധിമുട്ടാണ് ഗായത്രി തമ്പുരുവിൻ്റെ പിറവിക്ക് കാരണമായത്. വർഷങ്ങൾക്ക് മുമ്പ് സംഗീത കച്ചേരി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പോയപ്പോൾ ഈ വലിയ തമ്പുരു ഒരു KSRTC ബസ്സിൽ കൊണ്ടുപോയി. അപ്പോൾ അത് വളരെ പ്രശ്നമായി, പകുതിക്ക് വെച്ച് എനിക്ക് ഇറങ്ങേണ്ടിയൊക്കെ വന്നു. അപ്പോൾ ആ ഒരു അനുഭവം ത്തിൽ നിന്നാണ് പുതിയ ഒരു തമ്പുരു എന്നൊരാശയം എൻ്റെ മനസ്സിൽ ഉടലെടുത്തത്. KJ യേശുദാസ്, മധുരൈ സോമസുന്ദരം, ML വസന്തകുമാരി, മാൻഡലിൻ വാദകൻ ശ്രീനിവാസ്, MD രാമനാഥൻ എന്നിവർക്കൊപ്പം തമ്പുരു ആർട്ടിസ്റ്റായി പ്രവർത്തിച്ച പരിചയസമ്പത്തും ഗായത്രി തമ്പുരു രൂപകൽപ്പന ചെയ്യാൻ ശശികുമാറിന് സഹായമായി. കഴിഞ്ഞ 30 വർഷത്തിനിടെ 60 പേർക്ക് ശശികുമാർ ഗായത്രി തമ്പുരു നിർമ്മിച്ച് നൽകി. സാധാരണ തമ്പുരുവിന് 6 അടിയാണ് നീളം. പ്ലാവിൻ തടിയിൽ ശശികുമാർ രൂപം കൊടുത്ത പുതിയ തമ്പുരുവിന് 3 അടി മാത്രമാണ് നീളം. ഭാരം 1/2 കിലോ. ഈ തമ്പുരുവിൽ രൂപപ്പെടുത്തിയ ഒരേ ശ്രുതിയാണ് സ്റ്റേജിലെ കലാകാരന്മാർ, പാട്ടുകാരനും മൃദംഗക്കാരനും വയലിനും എല്ലാം നിലനിർത്തുന്നത്. 1997 മുതൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ശാസ്ത്രീയ സംഗീതത്തിൽ 1ാം സ്ഥാനം നേടുന്ന കുട്ടിക്ക് ഗായത്രി തമ്പുരു സമ്മാനമായി നൽകി തുടങ്ങി. അന്ന് സ്കൂളിൽ പഠിച്ചപ്പോൾ ഇത് ആദ്യം ഏറ്റുവാങ്ങിയത് ഗായിക വൈക്കം വിജയലക്ഷ്മിയായിരുന്നു. പിന്നീട് ഗായത്രി വീണ എന്ന ഉപകരണത്തിന് രൂപം നൽകാൻ വൈക്കം വിജയലക്ഷ്മിക്ക് ഇത് പ്രചോദനമായി. കേരള സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് 20 വർഷക്കാലം ഞാൻ ഗായത്രി തമ്പുരു വളരുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നൽകിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയ കുട്ടികളിൽ വളരെ പ്രഗത്ഭരാണ്, നന്നായിട്ട് പാടുന്ന കുട്ടിയാണ് തിരുവനന്തപുരത്തുള്ളൊരു പൂജ, നജീം ഇർഷാദ്, വൈക്കം വിജയലക്ഷ്മി എന്നിവരൊക്കെ. ലളിതാസോദരം വരം രാധവദന ചകോരം ലളിതാസോദരം വരം പവന ഗുരു പവന പുരാ തീശമ്മാശ്രയേ ഗുരുഭവന പുരാ തീശമ്മാശ്രയേ.